ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വരൂപങ്ങൾ, കേരളത്തിൻ്റെ കോളനൈസേഷൻ എന്നിവയെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഏറനാടുണ്ടായിരുന്ന നെടിയിരുപ്പ് കുടുംബക്കാരെ ഏറാടികൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ അന്ന് പോളനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കോഴിക്കോടിനു വേണ്ടി കോട്ടയവുമായി യുദ്ധം ചെയ്തു, ജയിച്ചു. പിന്നീടവർ അവിടെ കോട്ട കെട്ടി താമസിച്ചപ്പോൾ അത് ഫോർട്ടിഫൈഡ് പാലസ് അഥവാ കോയിൽ കോട്ട ആയി. അതാകാം പിന്നീട് കോഴിക്കോടായി മാറിയത്. ഇവർ ഒരു സ്വരൂപമായി പ്രോമിനൻ്റ് ആയത് 14th സെഞ്ച്വറിയിലാണ്. അന്നത് ഫ്രീ ട്രേഡ് ഉണ്ടായിരുന്ന ഒരു മേജർ പോർട്ട് ആയിരുന്നു. 1498 പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തിയപ്പോഴേക്കും കൊച്ചി, പാലക്കാട് അടക്കമുള്ള കേരളത്തിൻ്റെ നോർത്തേൺ പാർട്ട് സാമൂതിരിമാരുടെ കീഴിലായിരുന്നു. തിരുനാവായിലെ എസ്റ്റീംഡ് ഫെസ്റ്റിവൽ ആയ മാമാങ്കത്തിൻ്റെ നിലപാട് തറയുടെ രക്ഷാപുരുഷൻ എന്ന റെസ്പെക്റ്റഡ് പൊസിഷൻ നേടിക്കൊണ്ടായിരുന്നു സാമൂതിരി തൻ്റെ സാമ്രാജ്യം വലുതാക്കാൻ തുടങ്ങിയത്. അത് ചെയ്തത് വള്ളുവനാട്ടിലെ വള്ളുവക്കോനാതിരിയെ തോൽപ്പിച്ചുകൊണ്ടാണ്. സാമൂതിരിമാരുടെ ഇനിയുള്ള കഥയിൽ പോർച്ചുഗീസുകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് ഉള്ളത്. കോഴിക്കോട്ടെ കാപ്പാട് കടപ്പുറത്ത് 1498 ആദ്യം വന്നിറങ്ങിയത് വാസ്കോഡ ഗാമ ആയിരുന്നു. സാമൂതിരിയുമായി നടത്തിയ മീറ്റിംഗ് സക്സസ്ഫുൾ ആയില്ല. പക്ഷെ കണ്ണൂരിലെ കോലത്തിരിയുമായി ഒരു അഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നു. പിന്നീട് 3 കപ്പലുകളുമായി എത്തിയ പോർച്ചുഗീസുകാരൻ കബ്രാൾ സാമൂതിരിയുടെ അനുമതിയോടെ കോഴിക്കോട് ഒരു ഫാക്ടറി തുടങ്ങിയെങ്കിലും മറ്റ് ഫോറിൻ ട്രേഡേഴ്സുമായി അവർ കമ്പീറ്റ് ചെയ്ത രീതി കാരണം മോബ് ഔട്ട്റേജിൽ ആ ഫാക്ടറി ഡിസ്ട്രോയിഡ് ആയി. അവിടം വിട്ട് ഓടിയ കബ്രാളിനെ കൊച്ചി സ്വീകരിക്കുകയും ഒരു ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. ശേഷം വാസ്കോഡ ഗാമയുടെ രണ്ടാം വരവായിരുന്നു. നേരെ കൊച്ചിയിലേക്ക് വരുന്ന വഴി ട്രേഡിന് വന്ന അറബ് ഷിപ്സിനെയും കോഴിക്കോട് പോർട്ടിനെയും ഡിസ്ട്രോയ് ചെയ്തു. കൊല്ലവുമായി കോർഡിയൽ റിലേഷൻ ഉണ്ടാക്കി. സക്സസ്ഫുൾ ട്രേഡിനു ശേഷം തിരികെ പോയി. പോർച്ചുഗീസുകാരുടെ സപ്പോർട്ടോടുകൂടി കൊച്ചി സാമൂതിരിക്കെതിരെ തിരിഞ്ഞു. ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ കൊച്ചിയിൽ ഉയർന്നു. ഫോർട്ട് ഇമ്മാനുവൽ അഥവാ ഫോർട്ട് മാനുവൽ. പൊളിറ്റിക്കൽ പവർ ഉറപ്പിക്കാനായി പോർച്ചുഗീസുകാർ അവരുടെ ആദ്യത്തെ വൈസ്രോയിയെ നിയമിച്ചു, ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡ. കൊച്ചിയെയും പോർച്ചുഗീസുകാരെയും നേരിടാൻ സാമൂതിരി കോലത്തിരിയുമായി അലയൻസ് ഉണ്ടാക്കി. 1503 തുടങ്ങിയ യുദ്ധം ഒന്നടങ്ങിയത് പോർച്ചുഗീസുകാർ 1540 ചാലിയം ക്യാപ്ചർ ചെയ്തപ്പോഴാണ്. ചാലിയം പിന്നീട് സാമൂതിരിക്ക് തിരിച്ചു പിടിക്കാനായി. ഈ യുദ്ധത്തിൽ ഏറെക്കാലം സാമൂതിരി പിടിച്ചു നിന്നത് മരക്കാർ കുടുംബത്തിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന സ്ട്രോങ് നേവൽ ഫോഴ്സ് കാരണമാണ്. എന്നാൽ ആ കുടുംബം കോട്ട കെട്ടി സാമൂതിരിക്കെതിരെ തിരിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാരുമായി ചേർന്ന് ആ കുടുംബത്തിലെ 4ാമത്തെ പ്രധാനപ്പെട്ട കുഞ്ഞാലി മരക്കാരെ പിടിച്ച് പോർച്ചുഗീസുകാർക്ക് കൈമാറി. ആസ് എൻ എക്സാമ്പിൾ, അവർ ആ മനുഷ്യന്റെ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യുകയും അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന ഗോവയിൽ പലയിടങ്ങളിലായി ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും വരവിനാൽ ഇവർക്ക് കേരളത്തിൽ അധികം പിടിച്ചു നിൽക്കാൻ ആയില്ല. ഡച്ചുകാർ തങ്ങളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയത് 1592 ആയിരുന്നു. 1604 പോർച്ചുഗീസുകാരെ തുരത്തുന്നതിനായി സാമൂതിരിയുമായി അലയൻസ് ഉണ്ടാക്കി. പക്ഷെ അത് ട്രേഡ് ഓറിയന്റഡ് ആയിരുന്നു. 1619 ആ അഗ്രിമെന്റ് വാറിനു കൂടി ഉള്ളതാക്കി. ശേഷം കൊല്ലം കീഴടക്കുകയും തിരുവിതാംകൂറുമായി 1662 ട്രീറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ ഇന്ത്യൻ കോളനൈസേഷൻ അവസാനിക്കാൻ കാരണങ്ങൾ രണ്ടാണ്. ആദ്യത്തേത് ഇൻഡയറക്റ്റായി അധികാരം സ്ഥാപിക്കാനായി രാജ്യകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ എതിർപ്പുകൾ. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് കമേഴ്ഷ്യൽ റൈവൽ ആയി ബ്രിട്ടീഷുകാർ വന്നത്. ഏതാണ്ട് ആ കാലത്താണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ എക്സ്പാൻഡ് ചെയ്തത്. ഡച്ച് റിട്രീറ്റിന്റെ ഡിസിസീവ് ഈവന്റ് 1741 കൊളച്ചൽ യുദ്ധമായിരുന്നു. ഡെലനോയുടെ ലീഡർഷിപ്പിലെ ഡച്ച് പടയെ മാർത്താണ്ഡവർമ്മ ഡിഫീറ്റ് ചെയ്തു. ശേഷം മരണത്തിന് പകരം കോഓപ്പറേഷൻ തിരഞ്ഞെടുത്ത ഡെലനോയെ തിരുവിതാംകൂർ പട്ടാളത്തിന്റെ ലീഡറാക്കി. സോ ദാറ്റ് സോൾജേഴ്സിനെ മോഡേൺ യൂറോപ്യൻ വാർഫെയർ ആൻഡ് വെപ്പൺസ് പരിശീലിപ്പിക്കാം. ഇതിനിടയിൽ സാമൂതിരി പഴയ ശക്തിയിലേക്ക് ഉയരാൻ ശ്രമിച്ചു. എന്നാൽ ടിപ്പു സുൽത്താന്റെ മൈസൂർ ഇൻവേഷനോടെ അത് നടക്കാതെ പോയി.
ഇനി ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാം. 17th സെഞ്ച്വറിയിൽ കേരളത്തിലെത്തിയ അവരും പോർച്ചുഗീസുകാരെ എക്സ്പെൽ ചെയ്യുന്നതിനായി സാമൂതിരിയുമായി ട്രീറ്റി ഉണ്ടാക്കി. കോഴിക്കോട്, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. 5 തെങ്ങ് ഒരു മിലിറ്ററി കോട്ട ആക്കിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ 1721 5 തെങ്ങ് കലാപത്തിൽ എൻഡ് ചെയ്തു. തിരുവിതാംകൂറും കൊച്ചിയും ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് റൂളിൽ വന്നില്ല. എന്നാൽ നോർത്തേൺ കേരളം മദ്രാസ് പ്രസിഡൻസിയുടെ ഡയറക്റ്റ് റൂളിൽ ആയി. ബ്രിട്ടീഷ് റിലേറ്റഡ് ആയ ഇനിയുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫ്രഞ്ചുകാർ കേരളത്തിലേക്ക് വരുന്നത് കടത്തനാട് ലീഡറിൽ നിന്ന് 1725 മയ്യഴി പിടിച്ചടക്കിക്കൊണ്ടാണ്. അങ്ങനെ മയ്യഴി മാഹിയായി. അടുത്തുള്ള സ്ഥലങ്ങൾക്കായി ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്തെങ്കിലും ഇരു രാജ്യങ്ങളും പിന്നീട് അതിൽ നിന്നും പിന്മാറി. 1728 അവിടം ഒരു സെപ്പറേറ്റ് ഫ്രഞ്ച് പ്രൊവിൻസ് ആയി. 1761 പിന്നീട് പോണ്ടിച്ചേരിയായ പുതുച്ചേരിയും മാഹിയും ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. എന്നാൽ 1763 ട്രീറ്റി ഓഫ് പാരീസ് അനുസരിച്ച് ആ 2 സ്ഥലങ്ങളും ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കിട്ടി. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവരും ഇവിടം വിട്ടുപോയി. ഫ്രഞ്ച് കോളനി ആയിരുന്ന ഈ 2 സ്ഥലങ്ങളും പിന്നീട് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസ് ആയി മാറി. വിത്ത് ദാറ്റ് ഇന്നത്തെ ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.